അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങൾ, സമ്പത്തിൻ്റെ കാരകത്വമുണ്ട്, സുഖത്തിൻ്റെ കാരകത്വമുണ്ട്, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ബുദ്ധിയുടെ കാരകത്വം ഒക്കെയുള്ള ഗ്രഹമാണ് ആ വ്യാഴം 12 വിഷ്ണു ക്ഷേത്രങ്ങളിൽ തന്നെ ദർശനം എടുക്കണം. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം ഉണ്ട്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയെങ്കിലും പോകാൻ പറ്റില്ല, തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയാലും മതി. അവിടെ പുരുഷ സൂക്തം കൊണ്ട് അർച്ചന നടത്താം, നെയ്വിളക്ക് തെളിയിക്കാം, അല്ലെങ്കിൽ പാൽപ്പായസമോ ത്രിമധുരമോ വഴിപാടായി കഴിക്കാം, സഹസ്രനാമങ്ങൾ ചൊല്ലാം, ഭഗവാന്റെ കീർത്തനങ്ങളടങ്ങിയ ഭാഗവതം പോലെയുള്ള പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കാം. വിഷ്ണു ക്ഷേത്ര ദർശനം പ്രധാനമായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അഷ്ടമത്തിലെ രാഹു എന്ന് പറയുമ്പോൾ ഇടവിട്ട് ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കും. അതിന് സർപ്പസ്ഥാനങ്ങളായി ഇപ്പോൾ മണ്ണാർശാല ക്ഷേത്രമുണ്ട്, വളരെ പ്രമുഖമായിരിക്കുന്ന ക്ഷേത്രമാണ് മണ്ണാർശാല നഗരാജ ക്ഷേത്രം, വെട്ടിക്കോട്ട് ക്ഷേത്രം, പാമ്പുമേക്കാവ് ക്ഷേത്രം, അതുപോലെ ആമയുടെ ക്ഷേത്രം, ഇതുപോലുള്ള സർപ്പസ്ഥാനങ്ങൾ. ഇതൊന്നും അല്ലെങ്കിലും തൊട്ടടുത്ത് നമ്മുടെ വീടിനടുത്ത് തന്നെ ക്ഷേത്രത്തിൽ സർപ്പ പ്രതിഷ്ഠയോ ഉണ്ടെങ്കിൽ അവിടെ പോയി ആചരണങ്ങൾ നടത്തുക.